ഓഡി R8 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ മുതൽ ബോളിവുഡ് താരം രൺബീർ കപൂർ വരെയുള്ള സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട കാർ. ലംബോർഗിനി, ഫെറാരി എന്നീ സൂപ്പർ കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദൈനംദിന യാത്രകൾക്ക് അനുയോജ്യമായ മികച്ച കാറാണ് ഓഡി R8. ഇന്ത്യയിൽ ഓഡി R8ന്റെ പല വകഭേദങ്ങളും ഇന്ന് വിൽപ്പനയ്ക്കില്ല. മറ്റു സൂപ്പർ കാറുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയുള്ള ഓഡി R8ന്റെ പ്രാരംഭ മോഡലുകൾ പോലും ഇന്ത്യയിൽ ലഭ്യമായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വാഹന പ്രേമികൾക്കിടയിൽ ഓഡി R8ന് ഇത്രയും പ്രചാരം ലഭിച്ചതും. ഈ പ്രചാരം കൊണ്ട് തന്നെയാണ് ഇവ പിന്നീട് സെക്കൻഡ് ഹാൻഡ് കാർ വിപണികളിൽ എത്തുന്നതും ഇവയ്ക്ക് ആവശ്യക്കാരേറുന്നതും. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വിപണികളിൽ എത്തുന്ന സൂപ്പർ കാറുകൾക്ക് അവ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് മിക്കവരുടെയും പക്ഷം. കാരണം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ചിത്രം ഈ വാദത്തിന് അടിവരയിടുന്നു. സൂപ്പർ കാറായ ഓഡി R8നെ ദില്ലിയിൽ വഴിയോരത്തെ തട്ടിക്കൂട്ട് ഗ്യാരേജിൽ വെച്ച് പെയിന്റ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്ന കാഴ്ച. സാധാരണഗതിയിൽ കാറുകൾ പെയിന്റ് ചെയ്യുമ്പോൾ ഗ്രില്ലുകളും ഹെഡ്ലാമ്പുകളും മറ്റു മാസ്കിംഗ് ടേപ്പുകൾ കൊണ്ട് മറയ്ക്കുന്നതാണ് പതിവ്. എന്നാൽ ഇവിടെ ഒരു സൂപ്പർ കാർ ആയിരുന്നിട്ട് പോലും ഓഡി R8ന്റെ ഗ്രില്ലുകളും ഹെഡ്ലാമ്പുകളുമെല്ലാം മറച്ചിരിക്കുന്നത് വെറും പത്രങ്ങൾ കൊണ്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പെയിന്റിന്റെ നിലവാരം. തങ്ങളുടെ പക്കലെത്തുന്ന കാറുകൾ പെട്ടെന്ന് വിറ്റഴിക്കാനും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവയുടെ മെയിന്റനൻസ് നടത്താനുമുള്ള സെക്കൻഡ് ഹാൻഡ് കാർ ഡീലറുകളുടെ തീരുമാനമായിരിക്കാം ഓഡി R8ന്റെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം. തുറന്ന പ്രദേശത്ത് കാർ പെയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ പാളിച്ചകളും കാറിൽ ഉണ്ടാവും. പുറമെ നിന്നുള്ള പൊടികളും മറ്റു വസ്തുക്കളുമെല്ലാം പെയിന്റിൽ പറ്റിപ്പിടിച്ച് ഫിനിഷിംഗ് നഷ്ടപ്പെടും. കാർ പെയിന്റിങ്ങിന് എപ്പോഴും പ്രൊഫഷണലുകളെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. ബജറ്റ് കാർ നിർമ്മാതാക്കൾ പോലും കോടിക്കണക്കിന് രൂപയാണ് പെയിന്റ് ഷോപ്പുകളിൽ നിക്ഷേപിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള പെയിന്റ് ഫിനിഷിംഗ് കാറിൽ ലഭ്യമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാറ്റും പൊടിയും കടക്കാത്ത മുറികളിലായിരിക്കും മിക്ക പെയിന്റ് ഷോപ്പുകളും ഈ പ്രക്രിയ നടത്തുക. ഇങ്ങനെ പെയിന്റ് ചെയ്ത കാറുകൾ അവസാന കോട്ടിംഗ് കൂടി കഴിയുമ്പോൾ വെട്ടിത്തിളങ്ങും. മിക്ക കാർ നിർമ്മാതാക്കളും ഇതുതന്നെയാണ് പിന്തുടർന്നു വരുന്നതും. വീഡിയോയിലെ ഓഡി R8ന് നിരവധി വകഭേദങ്ങളാണ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നത്. 2 കോടി രൂപയിൽ താഴെയാണ് R8ന്റെ V8 പെട്രോൾ എഞ്ചിൻ വകഭേദത്തിന് വില തുടങ്ങിയിരിക്കുന്നത്. ശേഷം R8 സൂപ്പർ കാറിന്റെ V10+ വകഭേദം ഇന്ത്യയിൽ എത്തിച്ചു ഓഡി. നിലവിൽ ഓഡി R8ന്റെ V10+ മോഡൽ മാത്രമേ വിൽപ്പനയ്ക്കുള്ളൂ. ദില്ലി എക്സ് ഷോറൂമിൽ 3.14 കോടി രൂപയാണ് ഓഡി R8 V10+ന് വില. 5.2 ലിറ്റർ ശേഷിയുള്ള V10 പെട്രോൾ എഞ്ചിനാണ് R8ൽ ഉള്ളത്. ഇത് 8250 RPMൽ 602 bhp കരുത്തും 6500 RPMൽ 560 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കും. 6 സ്പീഡാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും കാറിലുണ്ട്. രാജ്യാന്തര തലത്തിൽ R8ന്റെ വിൽപ്പന ഓടി നിർത്തിയിരുന്നു. ഇന്ത്യയിൽ ഏതാനും വകഭേദങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കംപ്ലീറ്റ്ലി ബിൽഡ് ടു യൂണിറ്റ് ആയാണ് ഓഡി R8 ഇന്ത്യയിലെത്തിയത്. പ്രമുഖ കാർ ബ്രാൻഡുകളെല്ലാം ഇലക്ട്രിക് വിപണിയിൽ ചുവടുറപ്പിക്കുന്ന ഈ സമയത്ത് ഓഡി R8ഉം ഇലക്ട്രിക്കായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ.